കൊടൈക്കനാൽ എത്തിയ സമയം ഉച്ചയൂണിൻ്റെ സമയം അതുകൊണ്ട് നമ്മൾ നേരെ പോയത് ഒത്തിരി കേട്ടിട്ടുള്ള മന്മനം റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. മന്മനം ബിരിയാണി ഒത്തിരി ഫേമസ് ആണ്. കൊടൈക്കനാലിൽ എല്ലാ ബ്ലോഗേഴ്സൊക്കെ വരുമ്പോൾ വലിയ റീൽസൊക്കെ ഇടുന്നൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം 12:30 കൊടൈക്കനാലെത്തി നേരെ 1:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ എത്തി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ ലൊക്കേഷൻ വന്ന് ലേക്കിൻ്റെ അവിടെ നിന്ന് കൊടൈക്കനാൽ ലേക്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുകളിലോട്ടാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ വെയിറ്റിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 1.5 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്ത് സീറ്റ് കിട്ടാനായിട്ട്. പക്ഷേ നമ്മളങ്ങനെ കുറേ നേരം നിന്ന് നമുക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും മെനു ഒക്കെ എടുത്ത് നോക്കി. മെനുവിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട് ഫുഡിന്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി വന്നിട്ട് 270 രൂപയാണ് കേട്ടോ, നോർമൽ ചിക്കൻ ബിരിയാണി. അതിനുശേഷം അതുപോലെ മട്ടൻ ബിരിയാണി ഉണ്ട്. അതുപോലെ ഫുൾ ബിരിയാണി ഐറ്റംസാണ്. നാട്ടുകോഴി ബിരിയാണി, പ്രോൺസ് ബിരിയാണി, എഗ് ബിരിയാണി, അങ്ങനത്തെ ബിരിയാണി ഐറ്റംസാണ് കൂടുതൽ. പിന്നെ മീൽസും ഉണ്ട്. മീൽസ് നാട്ടുകോഴി മീൽസ്, ചിക്കൻ ബ്രോയിലർ മീൽസ്, അങ്ങനെ ഒരു 5 ഐറ്റം മീൽസും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡെല്ലാം ഇലയിലാണ് വിളമ്പുന്നത്. അതുപോലെ ഗ്ലാസ് വന്നിട്ട് കളിമണ്ണിൻ്റെ കൊണ്ടുള്ള ഗ്ലാസ്സാണ് കേട്ടോ. നമുക്കതിന് ശേഷം നമുക്ക് പൊങ്കൽ വന്നിട്ടുണ്ട്. സ്വീറ്റാണ്. അപ്പോൾ പൊങ്കലാണെന്നാണ് പറഞ്ഞത്. സ്വീറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ബിരിയാണി നാട്ടുകോഴി ബിരിയാണി വന്നിട്ടുണ്ട്. ഒരു ലെഗ് പീസാണ് അതിലുള്ളത് കേട്ടോ. ആ റൈസൊക്കെ ഏകദേശം എല്ലാ ബിരിയാണിക്കും സെയിം റൈസ് തന്നെയാണ്. നമ്മുടെ അടുത്ത് വന്നിട്ട് ഇത് നോർമൽ ചിക്കൻ ബിരിയാണിയാണ് അടുത്ത് സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും ബിരിയാണി തരുന്നത് ഇതുപോലെ കളിമണ്ണിൻ്റെ ഒരു ചെറിയൊരു പാത്രമുണ്ട്. ആ പാത്രത്തിലാണ് ബിരിയാണി കൊണ്ട് തരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മുടെ ചിക്കൻ ബിരിയാണി വന്നു. പിന്നെ നമ്മൾ മട്ടൻ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളെല്ലാം ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും ബിരിയാണി ടേസ്റ്റൊക്കെ ഒരുപോലെയാണ് കേട്ടോ. റൈസ് സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് വന്നിട്ട് മട്ടൻ കുളമ്പാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ബിരിയാണി വാങ്ങിക്കുന്നവർക്ക് സൈഡിൽ തരുന്ന ഒരു ഡിഷാണ്. അതുപോലെ തന്നെ ഈ ചിക്കൻ വറുവൽ വാങ്ങിച്ചായിരുന്നു. ഈ ഒരു സാധനം അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. നാട്ടുകോഴി ചിക്കൻ വറുവലാണ്. അപ്പോൾ ഇതിനും അത്യാവശ്യം റേറ്റ് ഉണ്ട്. എന്തായാലും മൊത്തത്തിലൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഒരു ഹൈപ്പ് കണ്ടിട്ടാണ് വന്നത്. പക്ഷേ അതിനുള്ള സംഭവം എന്നുള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ. ഒരു ആവറേജ് ബിരിയാണി എന്ന് പറയാനുള്ളേ ഉള്ളൂ.